പഞ്ചായത്ത് പദ്ധതികൾ ചെറുപുഴ പോലീസ് സ്റ്റേഷന് പുതിയ സ്ഥലം കണ്ടെത്തി ഉടൻ സർക്കാരിന് കൈമാറുമെന്ന് പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിൽ 7 ഹൈമാസ്റ്റ് ലൈറ്റിന് പകരം 17 എണ്ണം സ്ഥാപിക്കും. This news is brought to you by Elroy Opticals and Computerized Eye Clinic, ചെറുപുഴ. ഫോൺ 9961660599. ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിൽ ബോർഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികളാണ് ഉണ്ടാകുന്നതെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷന് വേണ്ടി ചെറുപുഴ പഴയ പാലത്തിന് സമീപത്തുള്ള 20 സെൻറ് സ്ഥലമാണ് സർക്കാരിന് കൈമാറാൻ നടപടികൾ സ്വീകരിക്കുന്നത്. സ്ഥലം പഞ്ചായത്ത് AEOയും മറ്റുള്ളവരും സന്ദർശിച്ച് വിലയിരുത്തിയിരുന്നു. പുളിങ്ങോം FHSCയിൽ സ്ഥിരമായി മെഡിക്കൽ ഓഫീസറെ നിയമിച്ചു. നിലവിൽ 2 ഡോക്ടർമാരുടെ ഒഴിവുണ്ടെന്നും വൈകാതെ തന്നെ അവരെയും നിയമിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് ഡോക്ടറെ നിയമിച്ചതെന്നും പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് പുളിങ്ങോം FHC എന്നുള്ളത്. നിരന്തരമായി ഇതിനു വേണ്ടി പുതിയ VD സതീശൻ്റെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അതിലേക്ക് പ്രധാനമായി ഞങ്ങൾ വെച്ചിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു പുളിങ്ങോം FHCയിലേക്കൊരു സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു, നിവേദനം നൽകി. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനൊരു തീരുമാനമുണ്ടാക്കി തന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഒരു ഡോക്ടറെ നമുക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിച്ചു തരികയുണ്ടായി. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ 2 ഡോക്ടർ കൂടി ഒഴിവുണ്ടായിരുന്നു. കാലങ്ങളായി നമുക്ക് പുളിങ്ങോം മെഡിക്കൽ ഓഫീസറാണ് ആഴ്ചയിൽ 2 ദിവസത്തെ സേവനത്തിനായി അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200ഓളം രോഗികൾ ഒരു ദിവസം അവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ 2 താൽക്കാലിക ഡോക്ടർമാരുടെ ഒഴിവുകൂടി ഉണ്ടായിരുന്നു. അതിനും ഒരു പരിഹാരമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ മെഡിക്കൽ DMRD എടുത്തു പോയി. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഡോക്ടർ റാഹില എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൂടി നമ്മൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിട്ടു. ആ ഡോക്ടർക്കും ഇവിടെ പുളിങ്ങോം FHCയിലേക്ക് നിയമനം കിട്ടുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ആ ഒരു FHC എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ 2.5 വർഷക്കാലം ഒത്തിരിയേറെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. മേഖലയിൽ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു സ്ഥലം ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട്. അത് നാളത്തെ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് അതുമായിട്ട് അദ്ദേഹവും കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് അതിൻ്റെ തുടർ നടപടിയായിട്ട് അത് മുമ്പോട്ട് പോകും. ഏകദേശം അത് ഈ വ്യാഴാഴ്ച അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ ടീമുകൾ ഈ വ്യാഴാഴ്ച പഞ്ചായത്തിലെത്തുകയും പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ അനുകൂലമായ റിപ്പോർട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ അതിനും ആവശ്യമായ നമ്മുടെ ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തുകയും അതും തുടർ നടപടികൾക്കായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്ത ഏകദേശം 10ഓളം അപേക്ഷകളിൽ അതിന് കൃത്യമായ വകുപ്പ് മന്ത്രിമാരിൽ നിന്നും വകുപ്പ് തലത്തുകളിൽ നിന്നെല്ലാം കൃത്യമായ റിപ്പോർട്ടുകൾ പഞ്ചായത്തിലോട്ട് വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള സന്തോഷം. അത്തരം കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിൽ മുൻപേയുള്ള 7 ഹൈമാസ്റ്റ് ലൈറ്റിന് പകരം 17 ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിലെ ഉന്നതികളിൽ ഉൾപ്പെടെ അവ സ്ഥാപിക്കുമെന്നും പഞ്ചായത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകി റിവർ റാഫ്റ്റിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും വനപ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൂലുവള്ളിയിൽ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലളിത ബാബു, ലീന വില്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലയോര മേഖലയിലുള്ള നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി നിലയിൽ വന്ന ആദ്യം തന്നെ ഫസ്റ്റ് ഭരണസമിതി യോഗത്തിലെടുത്തൊരു തീരുമാനം നമ്മുടെ MP
ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ഹൈമാസ് ലൈറ്റ് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് MP നമ്മുടെ വിവിധങ്ങളായ ഉന്നതികൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സ്ഥലത്തു നിന്ന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 5 ഹൈമാസ് ലൈറ്റുകൾ അന്ന് അനുവദിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കെ അന്ന് 5 ഹൈമാസ് ലൈറ്റ് നിരസിക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ, വിവിധങ്ങളായ പ്രദേശത്തെ ജനങ്ങൾ വലിയ അമർഷത്തിലായിരുന്നു. ഏതായാലും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വീണ്ടും ഒരുപാട് സ്ഥലത്തു നിന്ന് അപേക്ഷ വന്നു. അപേക്ഷ അല്ലാതെ 17 അപേക്ഷയാണ് നമ്മൾ ബഹുമാനപ്പെട്ട MP പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് കൊടുത്തത്. വളരെ സന്തോഷകരം എന്ന് പറയട്ടെ, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത 17 മിനി ഹൈമാസ് ലൈറ്റും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾക്കായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 17 ഹൈമാസ് ലൈറ്റ് വരുന്ന മാസങ്ങളിൽ നമ്മളെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വാർഡുകളിൽ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടെ അറിയിക്കും. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.